ഇത് സൂപ്പറാ. വളരെ ടേസ്റ്റിയും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു കേസരിയുടെ റെസിപ്പിയാണ്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വ്യത്യാസം. ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ സോർട്ട് ചെയ്തെടുക്കാം. കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ സോർട്ട് ചെയ്യണം. അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അതേ പാനിൽ തന്നെ 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കളർ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ഇതിന് പകരം നിങ്ങൾക്ക് കുങ്കുമപ്പൂവും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റവയും അതേപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പഞ്ചസാര എന്നുള്ള രീതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമണം പോയതിന് ശേഷം മാത്രം നമ്മൾ പൈനാപ്പിൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ആ സ്മെല്ല് ഒന്ന് പോകുന്ന സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഇതേപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേസരി റെഡിയാണ് കേട്ടോ. ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ട്രൈ ആവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.